Hello guys, welcome to Nista Gallery. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തലശ്ശേരി സൽക്കാരങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ്. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, മുട്ടമാലയാണ്. അപ്പോൾ മുട്ടമാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: മുട്ട. ഞാൻ ഇവിടെ 25 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 25 മുട്ട, 1.5 കപ്പ് പഞ്ചസാര. 1.5 കപ്പ് നമ്മളെ മെഷർമെൻറ്റ് കപ്പിലാണ് 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയുടെ നേരെ ഡബിളാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ മുട്ടയെല്ലാം ഒരു പാത്രത്തിൽ ഇതുപോലെ പൊട്ടിച്ചിടാം. മുട്ടയുടെ മഞ്ഞ പൊട്ടാതെ നോക്കണം. ശേഷം നമുക്ക് ഈ മുട്ടയുടെ യെല്ലോ വൈറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു അരിപ്പയിലിട്ട് വെക്കാം. പൊട്ടിക്കാതെ നോക്കിയിട്ടെടുക്കണം. എൻ്റെ അടുത്ത് ഒരു മുട്ട പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്കിനിത് നെറ്റിലേക്ക് മാറ്റാം. എല്ലാ മുട്ടയും ഇതേപോലെ ചെയ്യുക. നെറ്റിലിട്ട മുട്ട നമുക്ക് ഒരു സ്പൂണ് വെച്ച് അങ്ങനെ ജസ്റ്റ് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതിലേക്ക് മുട്ട നമ്മൾ അരിച്ചെടുത്ത ആ മുട്ടയുടെ യെല്ലോ ഇതിലേക്ക് മാറ്റാം. അതിനെ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിച്ച് ഇതുപോലൊരു പാത്രം വെക്കുക. അപ്പോൾ പാത്രം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, എണ്ണമഴ ഇല്ലാത്ത പാത്രമായിരിക്കണം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇതുപോലൊരു ഉരുളി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അളവെടുത്ത വെള്ളം ഒഴിക്കുക. വെള്ളവും പഞ്ചസാരയും. അപ്പോൾ ഇത് ഒരു 10 മുട്ട മുതൽ 25 മുട്ട വരെ നമുക്ക് ഈ ഒരു അളവ്, പഞ്ചസാരയുടെ അളവ് ഇത് തന്നെയാണ്. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് നൂൽപ്പരുവം ആവുന്നത് വരെയാണ്. അത് നമുക്കിത് നൂൽപ്പരുവം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ സിറപ്പ് നന്നായി തിളച്ച് നല്ല പതയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ കൺസിസ്റ്റൻസി ആയി എന്നുള്ള തെളിവാണ് ഈ പത വരുന്നത്. നമുക്കിതിലേക്ക് മുട്ടയുടെ യെല്ലോ സ്പീഡിൽ ചുറ്റി കൊടുക്കാം. ഇതുപോലെ സ്പീഡിൽ വേണം ചുറ്റിയെടുക്കാൻ. അപ്പോഴാണ് അത് നീര് പരുവത്തിലായി കിട്ടും. നമ്മൾ മാല അങ്ങോട്ട് കോരാൻ നോക്കുമ്പോൾ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് തീ ചെറുതാക്കിയതിന് ശേഷം ഒരു അരിപ്പക്കയിൽ വെച്ച് എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണമയം തട്ടി ഒരു പാത്രങ്ങളും ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ഇതിലേക്ക് മാറ്റി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് വെക്കേണ്ടതാണ് പ്ലേറ്റ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഷുഗർ സിറപ്പ് നന്നായി വിട്ട് വരാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, സിറപ്പ് ഊറി വരുന്നത്. നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വിട്ട് ഇതാക്കി കൊടുക്കണം. ആ സിറപ്പ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ മാല കട്ട പിടിച്ചിരിക്കും.
ഈ പാത്രവും നമുക്കൊന്ന് ചെറുതായി ചെരിച്ച് വെച്ച് കൊടുക്കാം. എക്സസ് സിറപ്പ് ഉണ്ടെങ്കിൽ അതും ഊറി വരും. കണ്ടോ, മാല നല്ല നൂൽപ്പരുവത്തിൽ. മുട്ടമാല തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, എക്സസ് വരുന്ന, അതും നന്നായി വറ്റിച്ചെടുക്കാം. ഞാൻ ഇത് വറ്റിച്ചെടുത്തതാണ്. അത് നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളക്ക് ആവശ്യമാണ്. അത് മുട്ടയുടെ വെള്ളയും സിറപ്പും ഒക്കെ കൂടി നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ വെള്ളയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച ഷുഗർ സിറപ്പും പിന്നെ ഒരു അരക്കപ്പ് പാൽപ്പൊടിയോ മൈദപ്പൊടിയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതും പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മിക്സറിൽ അടിച്ചെടുക്കാം. നമ്മളിത് അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമർ തയ്യാറാക്കാം. സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലൊരു പാത്രം ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലൊരു പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഈ അടിച്ചു വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ഒരു സ്റ്റീമറാണ്. സ്റ്റീമർ നമ്മൾ അടുപ്പ് കത്തിച്ച് അത് വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് ഒരു 10-15 മിനിറ്റോളം വേവിച്ചെടുക്കാം. നമുക്കിത് കുക്കായും നോക്കാം. കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു കത്തി വെച്ച് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമുക്കിതിൻ്റെ പേര് പിന്നാണത്തപ്പം എന്നാണ്. അപ്പോൾ ഇത് വേറെന്തെങ്കിലും പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ടോ എന്നറിയില്ല. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാം. എൻ്റെ പിന്നാണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും അത് മുറിച്ചെടുക്കാം. എൻ്റെ മാലയും പിന്നാണത്തപ്പം റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.